വളരെ സന്തോഷകരമായ ഒരു നല്ല ദിവസമാണ് ഇന്ന്. അതിൻ്റെ കാരണം സായിരി സഖ്യം അതിൻ്റെ അഭിമാനമായി കരുതുന്ന എം.വി. പോൾ പുരസ്കാര സമർപ്പണം ഇന്ന് നടക്കുന്നു എന്നതാണ്. അതോടൊപ്പം ആ പുരസ്കാരം സ്വീകരിക്കുന്നത് മലയാള വിമർശരംഗത്തെ മുൻനിര പ്രതിഭയായ ശ്രീ ആശാ മേനോനാണ് എന്നതും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. 1943 മുതൽ നമ്മളിലധികം പേരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ച വളരെ ശ്രദ്ധേയമായ ഒരു സാഹിത്യ കൂട്ടായ്മ സായിരി സഖ്യം, അത് എം.വി. പോൾ അന്നിവിടെ ഈ നാഗമ്പടത്ത് താമസിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഇവിടെ താമസിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങുന്നത്. പക്ഷേ ഏറെ താമസിയാതെ അദ്ദേഹം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. അതോടുകൂടി ഇത് നിർജീവമായി എന്ന് പറയുന്നില്ല, എങ്കിലും വീണ്ടും അത് സജീവമാകുന്നത് ഉറൂവ് മലയാള മനോരമയുടെ ആഴ്ചപ്പതിപ്പിൻ്റെയും ഭാഷാഭൂഷണിയുടെയും പത്രാധിപരായി കോട്ടയത്ത് വരുമ്പോഴാണ്. അന്ന് DC കിഴക്കേമുറി പ്രത്യേക താല്പര്യമെടുത്ത് ഉറൂവിനെ പ്രസിഡൻ്റാക്കിയും DC തന്നെ സെക്രട്ടറിയായും ഈ സായിരി സഖ്യം കുറേ വർഷങ്ങളിലേക്ക് സജീവമായി നടന്നു. പക്ഷേ ഉറൂവും ഏറെ വർഷങ്ങൾക്ക് ഉള്ളിലല്ലാതെ തന്നെ മരണമടയുന്നു. ഉറൂവിൻ്റെ മരണശേഷം അദ്ദേഹം വഹിച്ചിരുന്ന മനോരമയിലെ സ്ഥാനത്തേക്ക് വരുന്നത് ഡോക്ടർ K.M. തരകനാണ്. തരകൻ സാറിനെ പ്രസിഡൻ്റാക്കി DC സാറ് വീണ്ടും ഈ പ്രസ്ഥാനത്തെ പുനർജീവിപ്പിച്ചു. അങ്ങനെ അതിങ്ങനെ മുന്നോട്ട് നടന്നു പോകുന്നു. പിന്നെ 99 DC കിഴക്കേമുറി അന്തരിക്കുന്നു. അതോടെ അതിൻ്റെ ആ തലപ്പൊക്കമുള്ള നേതാക്കന്മാരെ സായിരി സഖ്യത്തെ നയിക്കാനില്ലാതായി. പിന്നെ കുറെ കാലത്തിന് ശേഷം ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അത് ഇല്ലാതാവരുത് എന്നുള്ള ആഗ്രഹത്തിൽ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഈ പ്രസ്ഥാനത്തെ പുനർജീവിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ഇപ്പോൾ ഇങ്ങനെ കടന്ന് കോവിഡ് കാലത്തെ ആ മാന്ദ്യവുമൊക്കെ പിന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ സജീവമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സായിരി സഖ്യം അതിൻ്റെ എം.വി. പോൾ അവാർഡുകൾ കൊടുത്തത് അത് വലിയ തുകയുള്ള ഒരു അവാർഡൊന്നുമല്ല, പക്ഷെ എം.വി. പോളിൻ്റെ പേരിലാണ് എന്നതാണ് അതിൻ്റെ ഒരു മഹത്വം. ആദ്യത്തെ അവാർഡ് കൊടുത്തത് ഇത് ആവർത്തന ക്രമത്തിൽ ചെറുകഥ, നോവൽ, വിമർശനം, ഇങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. ഒരു വർഷം ചെറുകഥയ്ക്ക് കൊടുക്കുന്നു, അടുത്ത വർഷം നോവലിന് കൊടുക്കുന്നു, പിന്നെ വിമർശനത്തിന് കൊടുക്കുന്നു. അപ്പം ആദ്യം ഈ അവാർഡ് കൊടുത്തത് T. പത്മനാഭനാണ്. അത് 3000 രൂപയെ അവാർഡ് തുകയുള്ളൂ. അപ്പം DC പത്മനാഭനെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ ഇങ്ങനൊരു അവാർഡുണ്ട് ഞങ്ങൾക്ക്, പക്ഷേ കാശ് ഇത്രയേ ഉള്ളൂ കേട്ടോ, വന്ന് സ്വീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ DC, ഒരു തുകയും ഇല്ലെങ്കിലും ഞാൻ വരും, പോൾ സാറിൻ്റെ പേരിലുള്ള അവാർഡല്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ ബഹുമതി എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് അന്ന് വളരെ കഷ്ടപ്പെട്ട് സ്വയം യാത്ര ചെയ്ത് ഇവിടെ വന്ന് അവാർഡ് സ്വീകരിച്ചത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. രണ്ടാമത് നോവലിനാണ് അവാർഡ് കൊടുത്തത്. ആ അവാർഡ് കൊടുത്തത് O.V. വിജയനായിരുന്നു. അപ്പോൾ O.V. വിജയൻ അന്ന് ബെസേലിയസ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവാർഡ് സമ്മാനിച്ചത്. അവാർഡ് കൊടുത്തത് പൊൻകുന്നമർക്കിയായിരുന്നു. മൂന്നാമത്തെ അവാർഡ് വിമർശനത്തിനാണ് വരേണ്ടത്. അത് പിറ്റേ വർഷം S. ഗുപ്തൻ നായർക്കാണ് കൊടുത്തത്. അപ്പം ഇങ്ങനെ ഈ T. പത്മനാഭൻ, O.V. വിജയൻ, S. ഗുപ്തൻ നായരെ ഇങ്ങനെയുള്ള ഈ ഒന്നാം കിടക്കാർക്ക് മാത്രം സമ്മാനിച്ച അവാർഡാണ് ഈ എം.വി. പോൾ അവാർഡ്. അതിൻ്റെ ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം ഇനിയും ഇത് സമർപ്പിക്കപ്പെടാനെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഈ വർഷത്തെ അവാർഡ് മേനോൻ സാറിന് കൊടുക്കാം എന്ന് തീരുമാനമെടുക്കുന്നത്. നമ്മുടെ ബഹുമാന്യനായ ആശാ മേനോന് ഈ എം.വി. പോൾ പുരസ്കാരം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അനുവദിക്കണം എന്ന് അപേക്ഷ. 1943 എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം, അതുപോലെ തന്നെ ഐക്യകേരളം രൂപപ്പെടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം, നമ്മളുടെ ഇന്ന് കാണുന്ന ഈ പറയുന്ന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം, ഇന്റർനെറ്റിനെ പറ്റിയും മൊബൈൽ ഫോണിനെ പറ്റിയും ഒക്കെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം. അതുപോലെ തന്നെ നമ്മളുടെ നവോത്ഥാനം
ആഗോള സമൂഹത്തിൽ സംഭവിച്ച നവോത്ഥാനത്തിന്റെ പിന്തുടർച്ചയായിട്ട് കേരളത്തിലേക്ക് കൂടി വന്ന നവോത്ഥാനത്തിന്റെ ഒരു അലയൊലികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സാഹിത്യ സംഘടന, സാഹിത്യ സഖ്യം എന്ന പേരിൽ ഒരു സാഹിത്യ സംഘടന രൂപപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാല് അതിന് നമ്മളുടെ സാഹിത്യ ചരിത്രത്തിലും സാംസ്കാരിക ചരിത്രത്തിലുമുള്ള സ്ഥാനം അനിഷേധ്യമാണ്. ആരും അതിനെ അത്ര ഗൗരവത്തോടെ എടുത്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത് ശ്രദ്ധിക്കപ്പെടാതെ പോയെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാല് നമ്മളുടെ കേരളത്തിന്റെ നവോത്ഥാനത്തെ പറ്റി പറയുമ്പോൾ അച്ചടിശാലകൾ വന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നതും അതുപോലെ തന്നെ കൃഷി ശാസ്ത്രീയമായിട്ട് ചെയ്തതും കുടുംബജീവിതത്തിന്റെ മഹത്വത്തെപ്പറ്റി ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്തതും കുടിയേറ്റവും എല്ലാം കൂടെ ചേർന്ന ഒന്നാണ് കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ഒരു കേന്ദ്രസ്ഥാനം, പ്രഭാവ കേന്ദ്രം കോട്ടയം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാലഘട്ടത്തില് മലയാള നിരൂപണത്തില് കുലപതി എന്ന് പറയാവുന്ന രീതിയിൽ എത്രയോ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ സത്യമായിട്ടും പറയാം, ബി എക്കൊക്കെ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനകത്തെ ആശയവും അർത്ഥവും. പിന്നീട് ഞാൻ ഇത് യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ വന്നപ്പോഴാണ് അതിന്റെ ഒരു പൊരുൾ എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മളുടെ സാമാന്യ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് ഉള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ എഴുത്തിൽ ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു മലയാള നിരൂപണത്തെ അദ്ദേഹം ഇടപെട്ട, എനിക്കൊന്ന് 1979 മുതൽ ഈ കാലഘട്ടം വരെ അദ്ദേഹത്തിനൊപ്പം നടത്താൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് മറ്റൊരു തെളിവാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവാർഡുകൾ അദ്ദേഹത്തെ തേടി എത്രയധികം എത്തിയിരിക്കുന്നു. ഇപ്പോഴും ഒരാള് ഒരു പഠനം തയ്യാറാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആശാമേനോനെ പറ്റി തന്നെ ആയിരിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ സാഹിത്യത്തിൽ, നമ്മുടെ നിരൂപണ സാഹിത്യത്തിൽ ഉള്ള സ്ഥാനം അനിഷേധ്യമാണ്. മലയാള സാഹിത്യ വിമർശനത്തിന്റെ പിതാവ് MB പോളിന്റെ പേരിൽ സാഹിത്യ സഖ്യം ഏർപ്പെടുത്തിയിരിക്കുന്ന മികച്ച സാഹിത്യ നിരൂപകരുള്ള പുരസ്കാരം ഈ വർഷം ശ്രീ ആശാമേനോന് നൽകുന്നതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. സ്വകീയമായ അനുഭൂതി മണ്ഡലത്തിന്റെയും ദർശന സാഹല്യത്തിന്റെയും ഉടമയായ ആശാമേനോന്റെ ഭാഷാശൈലി അനന്യവും അനുഭവവുമാണ്. വാമയ പ്രാകാരങ്ങളുടെ രാജശില്പിയായ ശ്രീ ആശാമേനോന്റെ കൃതികൾ നിരൂപണത്തിന്റെയും പാരിസ്ഥിതിക ആത്മീയതയുടെയും സഞ്ചാര സാഹിത്യത്തിന്റെയും രാജരഥ്യകളിലെ ആന്തരയാത്രകളാണ്. ഭൂമി സതേജമായ ഒരു കവിതയാണെന്നും ഒരു തുള്ളി സ്വപ്നം ഖരരൂപം പ്രാപിച്ചതാണ് സൃഷ്ടിയെങ്കിൽ ആ നിലീന ഘടകത്തെ ആരായലാണ് തന്റെ വിമർശന രീതിയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മലയാള ഭാഷയിലെ പുരോഗമന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രമുഖനായ സാഹിത്യ നിരൂപകൻ MB പോളിന്റെ പേരിൽ സാഹിത്യ സഖ്യം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ആശാമേനോന് ഞങ്ങൾ സഹർഷം സാദരം സമർപ്പിക്കുന്നു. ആശാമേനോന് ഒരു ആമുഖം പറയുക എന്നാണ് എന്നോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഗാധമായ എഴുത്തിന്റെ 55 വർഷങ്ങൾ പിന്നിട്ടയാളാണ്. പാരിസ്ഥിതിക ദർശനങ്ങളുടെയും സാംസ്കാരികമായ ഓർമ്മപ്പെടുത്തലുകളുടെയും കലാസാഹിത്യ നിരീക്ഷണങ്ങളുടെയും ലാവണ്യാനുഭവങ്ങളുടേതുമായ ലേഖനങ്ങളും പുസ്തക നിരൂപണങ്ങളും യാത്രാവിവരണങ്ങളും ചേർത്തുള്ള 32 പുസ്തകങ്ങളുടെ രചയിതാവാണ്. അതിൽ ഏറ്റവും പുതിയ പുസ്തകമായ ശമപ്പൊരുളിന്റെ പ്രകാശനം ഇന്ത്യയുടെ നാം നടത്തുകയാണ്.
അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് തുടങ്ങി പല അവാർഡുകൾക്കും ശേഷം ഇപ്പോൾ ഇവിടെ MB പോൾ സ്മാരക പുരസ്കാരം നമ്മളിവിടെ സമ്മാനിച്ചിരിക്കുകയാണ്. MB പോളിന്റെ പേരിലുള്ള സാഹിത്യ സഖ്യത്തിന്റെ അവാർഡ് അതും ആശാ മേനോൻ സാർ. അവിടെ ഈ ഒരു വേദിയിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നുന്നു. കാരണം DC ബുക്സ് മഹച്ചരിതമാല ഇറക്കിയ കാലത്ത്, അതായത് ഞാൻ ബാലസാഹിത്യം വായിച്ചിരുന്ന കാലത്ത്, മഹച്ചരിതമാലയിലെ ഒരു പുസ്തകമായിരുന്നു MB പോൾ മാരാർ മുണ്ടശ്ശേരി എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അതിലൂടെയാണ് MB പോൾ എന്ന എഴുത്തുകാരനെ കുറിച്ച്, പ്രഭാഷകനെ കുറിച്ച്, അധ്യാപകനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. പിൽക്കാലത്ത് അന്നൊന്നും ഒട്ടും വിചാരിക്കാത്തതുപോലെ കേരളത്തിൽ കോട്ടയത്തുകാരിയായി തീർന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു എളുപ്പ വഴിയുടെ തുടക്കത്തിലായിരുന്നു പോൾസ് ട്യൂട്ടോറിയൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് ആ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഭർത്താവ് ദിലീപ് പറയാറുണ്ട്. ഇന്നിപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായി, യാദൃശികമായി കോട്ടയത്തെ ഈ സാഹിത്യ സഖ്യത്തിന്, അതും ഒരു കാലത്തെ ഏറ്റവും ഒരു കാലത്തെ എന്നല്ല, മലയാള സാമൂഹിക രാഷ്ട്രീയ സാഹിത്യ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരുപാട് മനീഷികൾ, ഒരുപാട് പൂർവ്വസൂരികൾ ഒത്തുചേർന്ന ഒരിടത്തിന്റെ പ്രകാശം ഇന്നും സൂക്ഷിക്കുന്ന ഒരിടമായി സാഹിത്യ സഖ്യം ചേരുന്ന ഇടത്തെ കാണുന്നത് കൊണ്ട് ഇതിന്റെ ഭാഗമാക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതൊരു വലിയ അഭിമാനവും അതിലേറെ ഭാഗ്യവുമായി കണക്കാക്കുന്നു എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ഈ ഒരു സാഹിത്യ സഖ്യത്തെ പുനർജീവിപ്പിച്ചതിന് ഡോക്ടർ കുര്യാസ് കുമാർ പൊഴിയൂർ സാറിനോട് വളരെ നന്ദി പറയുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളും ചേർന്ന്, കുര്യാസ് സാറും സാറിന്റെ സുഹൃത്തുക്കളും ചേർന്ന് ഇത് പൂർവാധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ആശാ മേനോൻ എന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ഉൾക്കിടില അനുഭവപ്പെടാറുണ്ട്. കാരണം ഒരു 87-90 കാലം നിങ്ങൾ സങ്കല്പിക്കുക. അന്ന് എൻ്റെ 17-20 ഇടയിലുള്ള ഒരു വായനക്കാരിയായി എന്നെ നിങ്ങൾ സങ്കല്പിക്കുക. അന്ന് എൻ്റെ ഒരു ഹോസ്റ്റൽ മുറിയിലിരുന്ന് കിട്ടുന്ന മാസികകളും പുസ്തകങ്ങളും ഒക്കെ വായിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരിക്കെ OV വിജയന്റെ ഒരു ലേഖനത്തിലൂടെയാണ് ഞാൻ ആദ്യം ശ്രീകുമാരൻ എന്ന ആശാ മേനോൻ എന്ന ഈ എഴുത്തുകാരനെ കുറിച്ച്, വിമർശകനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത്. ആശാ മേനോൻ സാറിന്റെ സുഹൃത്തുകൂടിയായിരുന്ന ഒരു രാമചന്ദ്രൻ എന്ന വായനക്കാരൻ ശ്രീ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തെ കുറിച്ച് എഴുതിയ കത്തിലായിരുന്നു ഇതിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും ചേർത്തിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനത് വായിച്ചപ്പോ അതിലെ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിന്ത, ഇത് കൃത്യമാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഓർമ്മകൾ നമ്മളെ ചിലപ്പോഴൊക്കെ പറ്റിക്കാറുണ്ട്. പക്ഷെ എന്റെ ഓർമ്മ ഇതാണ്, വായിച്ചതില് എന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു വിഷയം ഇതാണ്. OV വിജയൻ ഈ കത്ത് വായിച്ചിട്ട് ചുരുട്ടി കൂട്ടി എറിഞ്ഞു. എല്ലാ കത്തുകളും അങ്ങനെ വായിച്ച ശേഷം കടലാസ് മടക്കി എറിയുന്ന ചുരുട്ടി എറിയുന്ന ഒരു സ്വഭാവം വേണം. പത്രപ്രവർത്തകനും കാർട്ടൂണിസ്റ്റും ഒക്കെ ആയിരുന്നു ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ എറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ കത്തിന്റെ മൂല്യം അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അപ്പൊ അത് ജനാലയിലൂടെ ഓടിന്റെ പുറത്ത് വീണു, മേൽക്കൂരയുടെ പുറത്ത് വീണു. പിന്നെ ഒരു കമ്പിട്ട് അത് തോണ്ടിയെടുക്കുകയായിരുന്നു, അത് സൂക്ഷിച്ചു വെക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു ദൃശ്യ ചിത്രം എന്റെ മനസ്സിൽ പറഞ്ഞു കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഒരു പുസ്തകം, അതും ആശാ മേനോന്റെ ഒരു പുസ്തകം ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇങ്ങനെ ഒരു ചടങ്ങിൽ വെച്ച് ഒരു പുസ്തകം ഏറ്റുവാങ്ങിയത് കൊണ്ട് പൈസ കൊടുക്കാതെ ഇതുകൊണ്ട് വീട്ടിൽ പോകാം എന്നൊരു വിചാരമുണ്ട്. പക്ഷെ കുറുപ്പ് സാറാണ് ആള്, അതുകൊണ്ട് തിരിച്ച് മേടിക്കുമോ എന്നൊരു സംശയവും എനിക്കില്ലാതില്ല. മറ്റൊരു മഹാഭാഗ്യം, ഇന്ന് മുഖ്യാതിഥിയായിട്ട് ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ സുനിൽ പി ഇളയിടം, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ MB പോളിനെ പറ്റി ഒരു അനുസ്മരണം നിർവഹിക്കാനുള്ള
ഒരു സുവർണാവസരം, ഒരു ഊഴം എനിക്ക് കൈവന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഈ സമ്മേളനത്തിന് വരാതിരുന്നതിന് സുനിൽ പി ഇളയിടത്തിന് ഏറെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നുള്ളതായ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം എനിക്കൊരിക്കലും കരഗതമാകില്ല എന്നുള്ളത് പകല് പോലെ വളരെ വ്യക്തമാണ്. അപ്പൊ ഏതായാലും തേങ്ങ ഉടക്കേണ്ടിയിരുന്നിടത്ത് ചിരട്ട ഉടയ്ക്കുന്ന ഒരു സാഹസമാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഭയം പകരുന്നെങ്കിലും ജീവിതത്തിലെ ഒന്നിനെയും ഭയപ്പെടാതിരുന്ന, ഒന്നിനെയും കൂസാതിരുന്ന MP പോളിനെ പറ്റിയാണ് അനുസ്മരണം നടത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭയമൊക്കെ തൽക്കാലം മാറ്റിവെക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ സാഗരീയ സഖ്യത്തിന്റെ കുലകൂടസ്ഥൻ പഴയൊരു വാക്കാണ്, അല്ലെങ്കിൽ തലതൊട്ടപ്പൻ, അപ്പസ്തോലൻ എന്നൊക്കെ പറയാവുന്നത് നമ്മുടെ MP പോളാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ MP പോളിന്റെ ഒരഭാവത്തിൽ, അല്ലെ അങ്ങനെ ഒരു മനീഷി ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ സാഗരീയ സഖ്യത്തെയോ എന്തിനാ നമ്മുടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെയോ നമ്മുടെ ഏറ്റവും വന്യമായ സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഏതായാലും മലയാളത്തിലെ ഇന്നത്തെ അറിയപ്പെടുന്ന ഒരു വിമർശകനായി സാഗരീയ സഖ്യത്തിന്റെ പേരിലുള്ള അവാർഡ് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ മലയാള വിമർശനത്തിന്റെ പിതാവ് എന്ന് വിളിക്കാവുന്ന MP പോളിനെ, അതുപോലെ തന്നെ സാഗരീയ സഖ്യത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന MP പോളിനെ അനുസ്മരിക്കുന്നത് എന്തുകൊണ്ടും സംഗതമാണ്, അർത്ഥസാന്ദ്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് വർത്തമാനകാലത്തെ MP പോളിന് സമശീർഷനോ സമസ്കന്ധനോ ആയ മറ്റൊരു വിമർശകനാണ് നമ്മുടെ ആദരണീയനായ ആശാ മേനോനാണ് ഈ അവാർഡ് നൽകുന്നത് എന്നുള്ളത് നമ്മുടെ സാഗരീയ സഖ്യത്തിന്റെ അഭിമാനത്തെ ദ്വിഗുണീഭവിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സാഹിത്യത്തെ മലയാളികൾ ഇന്ന് മറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്നും ആംഗലേയ ഭാഷ, അന്നും അദ്ദേഹം ആംഗലേയ ഭാഷ ഏറ്റവും തന്മയോടുകൂടി തന്മയത്വത്തോടുകൂടി മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ആർജവത്തെ കാണിച്ചു. ഇന്ന് നമ്മൾക്ക് ഈ മലയാള ഭാഷ പറയുവാൻ പോലും നമുക്ക് മടിയാണ്. പ്രത്യേകിച്ച് പുതുതലമുറകൾക്ക് പഠിക്കുന്ന കുട്ടികളോട് മലയാളം നന്നായിട്ട് എഴുതാൻ പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ലിപി പോലും, വലിയൊരു അക്ഷരം പോലും തെറ്റുകൂടാതെ പറയാനും എഴുതുവാനും അവർക്ക് ബുദ്ധിമുട്ടുള്ള സമയം. ഒക്കെ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ കൂടുതൽ കുറച്ചുകൂടെ ചെറുപ്പക്കാരെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു രംഗത്തിലേക്ക് കടന്നു വരുന്നവർ വളരെ വിരളമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിയാസാരം നമ്മുടെ KR മീര മാഡത്തിന്റെ അവരൊക്കെ നമ്മുടെ ആശാ മേനോൻ സാർ ഇവരുടെയൊക്കെ പ്രാധാന്യം ഇതൊക്കെ തന്നെയാണ്. ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് തങ്ങൾക്ക് അതീതമായിട്ട് ചിന്തിക്കുകയും അതിനെ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുസ്ഥിതിക്കും വേണ്ടിയിട്ട് നന്മയ്ക്ക് വേണ്ടിയിട്ടും ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ടാണ് സമൂഹത്തിന് എന്തെങ്കിലും നന്മ ഉള്ളത് എന്ന് സന്തോഷത്തോടുകൂടി പറയുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ദർശനയെ കുറിച്ച് ഒരു വാക്കുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. 84 നമ്മുടെ ജോസഫ് വനിതാടത്തച്ഛനും അതുപോലെ തന്നെ അന്നത്തെ പിതാക്കന്മാരും അല്ലെ ഒരു പറ്റം നമ്മുടെ ഡൊമിനിക് സാറ് അല്ലെങ്കിൽ കിഴക്കേമൂട് സാറൊക്കെ കൂടി ആരംഭിച്ച അല്ലെങ്കിൽ അതിനോട് മുന്നിൽ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ദർശനം എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് ഈ ശംഖറിലുള്ള പുസ്തകത്തെ കുറിച്ച് പറയുകയാണ് ഇപ്പോൾ എന്റെ ചുമതല. എങ്കിലും 2 വാക്കുകൾ അതിനെ കുറിച്ചൊന്ന് പറയാൻ വിചാരിക്കുന്നു. അതായത് ഒരിക്കൽ ആശാ മേനോൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സൗന്ദര്യ ലഹരിയുടെ നാദ സംമോഹനം എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ടായി. സൗന്ദര്യ ലഹരിയെ കുറിച്ചുള്ള ഒരു ലേഖനമായിരുന്നു. യാദൃശ്ചികമായി ഒരു വലിയ നിയോഗം തന്നെയാണ് ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടത്. കാരണം അന്ന് രാവിലെ ആകാശവാണിയിൽ സൗന്ദര്യലഹരി പാരായണം ഉണ്ടായിരുന്നു, കാവാലം ശ്രീകുമാറിന്റെ. അതിൽ ഈ ജഗദ്ഗുരു ശങ്കരാചാര്യർ എഴുതിയ ചില വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം ഈ സന്യാസി വര്യൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുമോ, കുജകലശ കുംഭം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഇദ്ദേഹം ഇങ്ങനെ എഴുതിയെന്നൊക്കെ ഞാൻ സംശയിച്ചിരിക്കുമ്പോ അന്ന് രാവിലെ 8:30 മണിക്ക് വന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആശാ മേനോന്റെ ലേഖനമുണ്ട്, സൗന്ദര്യ ലഹരിയുടെ നാദ സംമോഹനം. അതിൽ ആ പദങ്ങളുടെ അർത്ഥവും അതിന്റെ താന്ത്രികമായ അർത്ഥങ്ങളും അതിന്റെ വിശാലമായ ആകാശങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ച് കഴിയുമ്പോൾ എനിക്ക് വല്ലാതൊരു എലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലാവാത്ത ഏതൊക്കെ തലങ്ങളിലേക്ക് എന്റെ മനസ്സിന് തുറന്നു വിട്ട ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിന് ഞാൻ എന്റെ ഒരു പ്രതികരണം എഴുതി അയച്ചു.
അതിന് പെട്ടെന്ന് തന്നെ അദ്ദേഹം മറുപടി അയച്ചു തന്നു. അതായത് ഇത് എനിക്ക് കിട്ടിയ ഏറ്റവും സർഗാത്മകമായ ഒരു പ്രതികരണമായിരുന്നു എന്ന്. അതോടെ ഞാൻ പിന്നീട് ആശാമേനോന്റെ എല്ലാ പുസ്തകങ്ങളും തേടിപ്പിടിച്ച് എല്ലാ ലേഖനങ്ങളും വായിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ച് എന്റെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് താല്പര്യമായി എന്ന് തോന്നി. സാവധാനത്തിൽ അതങ്ങനെ ഒരു പുസ്തകമായി തീരുകയായിരുന്നു. പ്രത്യേകിച്ച് ആ കോവിഡ് കാലഘട്ടത്തിൽ ഒന്നും പുറത്തേക്ക് ചെയ്യാനും വയ്യാത്ത ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ആ കാലത്ത് ഒരു 4-5 വർഷമായിരുന്നു എന്റെ ഒരു പണിപ്പുര. ആ സമയത്ത് ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്നതുപോലെ ഇതൊരു ക്രോഡീകരിച്ച് വിഷയം ക്രമത്തിൽ തരംതിരിച്ച് എങ്ങനെയൊക്കെയോ എനിക്ക് മനസ്സിലായ പോലെ എഴുതാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് എല്ലാവരും പറഞ്ഞ നല്ല വാക്കുകൾക്ക് എന്നെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. വൃശ്ചികപ്പുരലിനെ കുറിച്ച് ഒരു ചർച്ച ഇവിടെ നടത്താൻ തീരുമാനിച്ചത് തന്നെ എന്റെ ഒരു ഭാഗ്യമാണ്. അതിൽ പറയാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സംബന്ധിച്ചിരുന്ന നിലക്ക് വരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതിലേറെ ഭംഗിയായിട്ട് ഇത് രാജകീയമായ ഒരു ചർച്ച തന്നെ ആ പുസ്തകത്തിൽ കിട്ടിയെന്നുള്ളത് എനിക്ക് വളരെ ഭാഗ്യമായിട്ട് തോന്നുന്നു. മെൽവിൻ പിരമിഡിന്റെ പുഷ്പസാറ് എല്ലാവരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ട്. നിങ്ങളൊന്നും അറിയാത്ത ഇതിന്റെ മനസ്സിലുള്ളൊരു തുടിപ്പ് ഞാൻ ആദ്യമായിട്ട് തന്നെ പറയട്ടെ. കോട്ടയത്ത് ഞാൻ 48 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി എടുക്കാൻ വന്നിരുന്നു. 1977-78 സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഞാൻ ജോലി ചെയ്തിരുന്നത്. അന്ന് പ്രൊമോഷനായിട്ട് ആദ്യം ഞാൻ വന്നത് കൊല്ലംകോടാണ്. കോട്ടയത്താണ്. അപ്പൊ ഈ കോട്ടയത്തിന്റെ ഈ ഭൂമികളെ മുഴുവനും എനിക്ക് വല്ലാത്തൊരു നോസ്റ്റാളജിയ. അന്നും അങ്ങനെ ഞാൻ ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ല. ചില ലേഖനങ്ങൾ എഴുതിയിട്ടില്ലെന്നല്ലാതെ ഒരു പുസ്തകം എഴുതാനുള്ള ആ ഒരു ചുവടിലേക്ക് ഞാൻ എത്തിയിരുന്നില്ല. പക്ഷെ ഞാൻ മറ്റു വലിയൊരു പുസ്തകത്തിന്റെ നിർമ്മിതിയിൽ ഞാൻ ഭാഗമാക്കായിരുന്നു. ഇവിടെ പറഞ്ഞ പോലെ ഒവിജയനുമായിട്ട് ബന്ധപ്പെട്ട ഒവിജയന്റെ കഥകളും ഒവിജയന്റെ കഥകളുടെ തിരുത്തുമായിട്ട് SPCS അന്ന് DC അത്ര സജീവമായിട്ടുള്ള DC ഇല്ലെന്ന് തോന്നുന്നു. SPCS ആയിരുന്നു. SPCSൽ ശ്രീ MK മാധവൻ നായരായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിലും ആയിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ എത്രമാത്രം ഞാൻ ആക്റ്റീവായിരുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ എത്രമാത്രം ഞാൻ സജീവമായിരുന്നു, അതേപോലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ SPCSന്റെ ഓഫീസിലുമായിരുന്നു. വിജയന്റെ കഥകൾ എന്നുള്ളത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. അത് മാത്രമേ അന്നത്തെ എന്റെ സാഹിത്യ പ്രവർത്തനമായിട്ട് അത് ഞാൻ താമസിച്ച സ്ഥലത്ത് വളരെ രഹസ്യമായിട്ട് തന്നെ ഞാൻ ചെയ്തിരുന്നു. കാരണം അങ്ങനെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാനൊരു തൂലിക നാമത്തിലാണ് എഴുതുന്നത്. അതിന്റെ ഒരു രഹസ്യ ഇതിൽ തന്നെ ഞാൻ കുടികൊള്ളാനും, അതുകൊണ്ട് എന്റെ കുറെ കാലത്തോളം ഞാൻ എഴുതിയതിന്റെ ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് എന്റെ ഒരു ഫോട്ടോഗ്രാഫർ കലാമന്ദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് ഒരു യാത്രാ ലേഖനം ആയതുകൊണ്ട് മാത്രം. അവരാ പറഞ്ഞ ഇനി ഇത് മറന്നിരിക്കുന്ന ഈ യാത്രാ ലേഖനം അത് ഗംഗയുടെ ഉദ്ഭവസ്ഥാനമായിട്ടുള്ള ഭൂമിക്കുള്ള യാത്രയാണ്. അപ്പൊ അതിലേക്ക് ഒരു സ്ത്രീ പോയി എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവരാരും വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ഫോട്ടോഗ്രാഫറിനെ തിരിച്ചും വേണമെന്ന് അങ്ങനെയുള്ള സ്നേഹപൂർവ്വമായിട്ടുള്ള NRS ബാബുവിന്റെ ആവശ്യപ്രകാരം ആദ്യമായിട്ട് ഫോട്ടോഗ്രാഫ് കൊടുക്കുന്നത്. അത് 20-25 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അത് കഴിഞ്ഞ് കോട്ടയത്ത് അങ്ങനെ ഞാൻ എന്റെ സാഹിത്യപരമായിട്ടുള്ള ഒരു കാരണം ഈ വിജയന്റെ കഥകൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നതായിരുന്നു. പിന്നീടാണ് അന്ന് പോലും ആലോചിച്ചിട്ടില്ല വിജയന്റെ കഥകൾക്ക് 20-25 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു ആമുഖ പഠനം എഴുതാൻ ഞാൻ നിയോഗിക്കപ്പെടുന്നെന്നും അന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വളരെ സമ്മിശ്രമായിട്ടുള്ള ഒരു വികാരങ്ങളോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സാഹിത്യസഖ്യമായിട്ട് എനിക്ക് ഈ അടുത്ത കാലത്ത് തന്നെ പരിചയമുള്ളൂ. പക്ഷെ എന്റെ ഈ ഓർമ്മകൾ അന്ന് ഒരു പുസ്തകം പോലും എഴുതാതെ ഒരാള് പിന്നെ അത് കഴിഞ്ഞ് അടുത്തതിന്റെ 1977 കഴിഞ്ഞ് 78 കഴിഞ്ഞ് 79 എന്റെ പുസ്തകം SPCSൽ കൊടുക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ പുതിയ പുരുഷാർത്ഥങ്ങൾ എന്നുള്ള പുസ്തകം വരുന്നത്. ഇവിടെ മീര വളരെ രസകരമായിട്ട് എന്നെ കൗതുകിയായിട്ട് ഒരു കാര്യം പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുതിയ പുരുഷാർത്ഥങ്ങൾ എന്നാണ്. അന്ന് ഒരു സ്ത്രീയെ കണക്കിലെടുത്തിട്ടില്ല എന്നാണ് മീര ഉദ്ദേശിച്ചോ അറിയില്ല. മീര അങ്ങനെ ഉദ്ദേശിക്കാൻ വഴിയില്ല. പക്ഷെ പുരുഷാർത്ഥങ്ങൾ എന്നുള്ളത് പുരുഷന്റെ അർത്ഥങ്ങളല്ല. അതവര് ശ്രദ്ധിച്ചറിയ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള രീതിയിൽ പറഞ്ഞ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞതാ. അതില് പുരുഷന്റെ അർത്ഥങ്ങളല്ലാതെ, അല്ലെങ്കിൽ തന്നെ ഞാൻ സ്ത്രൈണനാമമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്റെ പുരുഷത്വത്തിനെ ഞാൻ ഒരിക്കലും വിസ്മരിച്ചിട്ടില്ല. വളരെ വളരെ ധാരാളമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ ആ പേര് കൈക്കൊള്ളുന്നതും. ആ പേരെന്നെ പലരും എന്നെ ഒവിജയൻ വരെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഈ ഒരു ഇങ്ങനെയുള്ള പേരിൽ നിങ്ങൾ എഴുതുന്നതിൽ നിങ്ങൾ ഉത്തരവാദിയാവില്ല എന്നുള്ള രീതിയിലൊക്കെ വിജയൻ എന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മാറ്റാൻ തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ അതൊരു നിസ്സാരമായിട്ടുള്ള കൗതുകമായിട്ടില്ല. അത് എന്റെ ജീവിതത്തിന്റെ തന്നെ വിധിയായി തീരുന്നു. അത് ഞാൻ പേര് എഴുതുമ്പോൾ പേര് സ്വീകരിക്കുമ്പോൾ ഞാൻ കരുതിയിട്ടില്ല.
അതെന്റെ ജീവിതത്തിന്റെ എന്റെ വിധിയായി തീരുന്നെന്ന് ഞാൻ കരുതിയിട്ടില്ല. പക്ഷെ പിൽക്കാലം അതുകൊണ്ട് ഈ ഗീത വളരെ ധൈര്യത്തോടുകൂടി അക്ഷമേനന്റെ ഭാവാന്തരങ്ങൾ, എന്ത് ഭാവാന്തരമാണ് ഇയാൾ ജീവിച്ചതെന്ന് പലരും ചിലപ്പോൾ വിസ്മയിക്കുണ്ടാവും. എന്ത് ഭാവാന്തരങ്ങൾ ഇയാൾക്ക് ഉണ്ടത് എന്ന് കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ. പക്ഷെ ചിലത് സംഭവിച്ചിട്ടുണ്ട്. ഭാവാന്തരങ്ങൾ സംഭവിച്ചുകൊണ്ട് അന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇത്രയും ഒരുപാട് വയസ്സായി എനിക്ക്, പക്ഷെ നിങ്ങൾ എല്ലാവരെയും കണ്ട് കൂടുതലായി ഇറങ്ങിയേറ്റി ഞാൻ നിൽക്കുന്നതും ഈ വേറെ തരത്തിലുള്ള ലൗകികമായിട്ടുള്ള ജീവിതം അല്ലാതെ ചക്ക അലൗകികതയുള്ള ജീവിതങ്ങളും കുറെ സഞ്ചാരങ്ങളും ഒക്കെ ആയിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത്. അന്ന് ഞാൻ കോട്ടയത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എം.പി. പോള് മലയാള വിമർശനത്തിന്റെ പിതാവാണോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തമായി സംശയമുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, മലയാളത്തിലെ സർഗാത്മക നിരൂപണത്തിന്റെ തുടക്കക്കാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആള് എം.പി. പോളാണ്. 48 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ളൂ. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മലയാള വിഭാഗം അധ്യക്ഷനും എഴുത്തുകാരനുമായ ഡോക്ടർ കെ.വി. തോമസ് എം.പി. പോളിന്റെ സമ്പൂർണ്ണ കൃതികൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 2 വോളിയങ്ങളിലായി. അത് ഏതാണ്ട് 1700ഓളം പേജുകളിലായി പരന്നു കിടക്കുന്ന ഒരു ബൃഹത് ലോകമാണ്. തൻ്റെ വളരെ ചുരുങ്ങിയ ജീവിതകാലം കൊണ്ട് അസാധാരണമായ രീതിയിൽ സാഹിത്യത്തെ അക്കാലത്ത് പ്രതീക്ഷിക്കാവുന്നതിലപ്പുറം മുമ്പോട്ട് നടത്തിയ നവീനതയിലേക്ക് നയിച്ച ഒരാളായിരുന്നു എം.പി. പോൾ. അദ്ദേഹം യഥാർത്ഥത്തിൽ നിരൂപകൻ മാത്രമായിരുന്നില്ല, ഒരു കവിയുടെ മനസ്സുള്ള ആളായിരുന്നു. അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ട്. എം.പി. പോളിന്റെ കഥകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം നമുക്ക് ലഭ്യമാണ്. അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ട്, കവിത വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സർഗാത്മകമായ ഒരു മനസ്സായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ പുരോഗമന സ്വഭാവമുള്ള ഒരു മനസ്സായിരുന്നു എം.പി. പോളിൻ്റെത്. അത് നിശ്ചയമായും തൻ്റെ കാലത്തിന് മുൻപേ നടന്ന ഒരു എഴുത്തുകാരനായിരുന്നു പോൾ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സർഗാത്മക പാതയിലൂടെ മലയാള നിരൂപണത്തെ നടത്തിയ ഒരാളുടെ പേരിലുള്ള പുരസ്കാരം അതേ രീതിയിൽ തന്നെ വിമർശനത്തിന്റെ, അങ്ങനെ പറയാമെങ്കിൽ, അല്ലെങ്കിൽ നിരൂപണത്തിന്റെ, അക്ഷമന വിമർശകനാണോ നിരൂപകനാണോ എന്നൊക്കെ ചോദിച്ചാൽ ചില ചോദ്യം സന്നിഗ്ധമാവും. അപ്പോൾ എങ്കിലും നമുക്ക് സാമ്പ്രദായികമായി അല്ലെങ്കിൽ താത്വികമായിട്ട് അത് അങ്ങനെ എടുക്കുക. അപ്പൊ അങ്ങനെ നിരൂപണത്തിന്റെ സർഗാത്മക പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് എം.പി. പോൾ എന്ന് പറയുന്ന ഈ പ്രതിഭയുടെ പേരിലുള്ള ഒരു പുരസ്കാരം നൽകുന്നത് തീർച്ചയായും ഉചിതമാണ്, അർത്ഥവത്താണ്. അത് കാലത്തിന്റെ നൈരന്തര്യത്തിൽ എവിടെയോ സംഭവിക്കുന്ന ഒരു ലയാത്മകതയാണ് എന്ന് ഞാൻ പറയുന്നു.